നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 33. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നൃഗമോക്ഷത്തെക്കുറിച്ചാണ്. ഒരു ദിവസം കൃഷ്ണപുത്രനായ സാമ്പനും അവൻ്റെ കുറെ കൂട്ടുകാരും കൂടി ദ്വാരകയിൽ നിന്നും കുറച്ചകലത്തിൽ വൻകരയിലുള്ള ഒരു വിപിനത്തിൽ വിനോദാർത്ഥം സഞ്ചരിക്കുമ്പോൾ ദാഹപരവശരായി വെള്ളം കുടിക്കാൻ വേണ്ടി അതിനടുത്ത് കണ്ട ഒരു ജീർണിച്ച കിണറിന്റെ സമീപത്ത് ചെന്നു. കീഴോട്ട് നോക്കിയപ്പോൾ ജലം അതിലൊട്ടുമില്ല. ഒരു വലിയ ഓന്ത് മാത്രം അതിൽ കിടപ്പുണ്ട്. അയ്യോ, ഇതെങ്ങനെ ഇവിടെ ജീവിക്കുന്നു? ഇതിന് ആഹാരം എവിടുന്ന് കിട്ടും? കുടിക്കാൻ വെള്ളം എവിടെ? ഇങ്ങനെ കിടന്നാൽ ഇത് ചത്തുപോകും. നമുക്കിതിനെ കരയ്ക്ക് കയറ്റണം എന്നവർ എല്ലാവരും കൂടി തീരുമാനിച്ചു. അതിനുള്ള ശ്രമം ആരംഭിച്ചു. അവരുടെ ശ്രമം ഫലിച്ചില്ല. കുടുക്കുകൾ ഉള്ള വള്ളികൾ കീഴോട്ട് ഇട്ടു നോക്കി, നീളമുള്ള ദണ്ടുകൾ ഇറക്കി നോക്കി. ഓന്ത് അതിന്മേലൊന്നും കയറുന്നില്ല. കിണർ അഗാധമായതിനാൽ ആർക്കും അതിലിറങ്ങാനും ധൈര്യമുണ്ടായില്ല. അഥവാ എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ തന്നെയും ഓന്ത് അരിശം മൂത്ത് കടിച്ചാൽ ആ അന്ധകൂപത്തിൽ നിന്നും രക്ഷപ്പെടാനും മാർഗമില്ല. ഓന്തിനെ രക്ഷപ്പെടുത്താൻ മാർഗമില്ലല്ലോ എന്നോർത്ത് കുണ്ഠിതത്തോടെ അവർ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. അവിടെ എത്തിയപ്പോൾ സാമ്പൻ ഈ വിവരം കൃഷ്ണനോട് പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ സാമ്പനോടും ചങ്ങാതിമാരോടും കൂടി കൂപസവിധത്തിൽ ആഗമിച്ച് കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ഓന്ത് അതിൽ കിടപ്പുണ്ട്. കരുണാനിധിയായ കാർവർണൻ തൻ്റെ കരം ആ കിണറിന്റെ അഗാധതയിലേക്ക് നീട്ടി. അത് നീണ്ടു ഓന്തിനെ ചെന്ന് സ്പർശിച്ച് അതിനെ എടുത്ത് പുറത്തു കൊണ്ടുവന്നു. തൽക്ഷണം തന്നെ ദിവ്യരൂപനും രത്നാഭരണ വിഭൂഷിതനുമായ ഒരു പുരുഷനായി അത് രൂപം മാറി. കൃഷ്ണൻ ചോദിച്ചു, അങ്ങ് ആരാണ്? ഈ ഓന്തിന്റെ രൂപത്തിൽ കിണറ്റിൽ കിടക്കാനുള്ള കാരണം എന്താണ്? ആ ധന്യൻ ഭക്തിപൂർവം തൊഴുതുകൊണ്ട് ഉണർത്തിച്ചു, സർവജ്ഞനായ നിന്തിരുവടിക്കെല്ലാം അറിയാം. അവിടുന്ന് വിഷ്ണു ഭഗവാനാണെന്ന് അടിയൻ വിശ്വസിക്കുന്നു. എങ്കിലും ചോദിച്ചത് കൊണ്ട് എല്ലാ വിവരങ്ങളും ഞാൻ പറയാം. സൂര്യവംശ സ്ഥാപകനായ ഇക്ഷ്വാകുവിന്റെ അനുജൻ നൃഗൻ എന്ന നൃപനാണ് ഞാൻ. ദാന ധർമാദി പുണ്യകർമ്മങ്ങൾക്ക് മുടക്കം വരുത്താതെ ഭൂമിപാലനം ചെയ്യുന്ന കാലത്തൊരു ദിനം ദാനത്തിൽ മനസ്സറിയാത്ത ഒരു പിഴ എനിക്ക് പിണഞ്ഞു. ഒരു ഉത്തമ ബ്രാഹ്മണന് ഒരു പശുവിനെ ഞാൻ ദാനം ചെയ്തു. അദ്ദേഹം ആ ഗോവിനെ തൻ്റെ തൊഴുത്തിൽ കൊണ്ടുചെന്ന് സൂക്ഷിച്ചു. രാത്രിയായപ്പോൾ ആ പശു തൊഴുത്തു ചാടി പുറത്തു കടന്ന് അതിന് പരിചയമുള്ള എൻ്റെ തൊഴുത്തിൽ വന്നു നിന്നു. ധാരാളം പശുക്കൾ ആ ഗോശാലയിൽ ഉണ്ടായിരുന്നതിനാൽ ദാനം ചെയ്ത പശുക്കുട്ടി അതിൽ കലർന്നിട്ടുണ്ടെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. ദാനതൽപരനായ ഞാൻ ദിനം തോറും ദ്വിജന്മാർക്ക് ഗോദാനം നടത്താറുണ്ടായിരുന്നു. തന്മൂലം വലിയ ദാനശീലൻ എന്നുള്ള പേരും അക്കാലത്ത് എനിക്ക് സിദ്ധിച്ചു. പശുക്കളെ മാത്രമല്ല, ദ്രവ്യങ്ങളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തുകൊണ്ടിരുന്നു. ഒരാൾക്ക് ദാനം ചെയ്ത പശു തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിയാതെ ആ പശുവിനെ തന്നെ മറ്റൊരു ഭൂസുരന് മറ്റൊരു ദിവസം ഞാൻ ദാനം ചെയ്തു. ദാനം കിട്ടിയ ഗോവിനെയും കൊണ്ട് ആ വിപ്രൻ പോകുമ്പോൾ ആദ്യത്തെ വിപ്രൻ അത് കണ്ട് കോപവും പരിഹാസവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു, ഹേ ബ്രാഹ്മണ, മോഷണം ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടുള്ള തൊഴിലാണോ? താൻ കൊണ്ടുപോകുന്ന ആ പശു നൃഗ മഹാരാജാവ് എനിക്ക് ദാനം തന്നിട്ടുള്ളതാണ്. താൻ എൻ്റെ തൊഴുത്തിൽ നിന്നും ആ പശുവിനെ കട്ട് തൻ്റേതാക്കിക്കൊണ്ട് നടക്കുകയാണില്ലേ? രണ്ടാമത്തെ വിപ്രൻ പറഞ്ഞു, എടോ ഭൂസുര, താൻ ഇങ്ങനെ എന്നെ ആക്ഷേപിച്ചത് ശരിയായില്ല. നൃഗ മഹാരാജാവ് ഇന്ന് എനിക്ക് ദാനം ചെയ്ത പശുവാണിത്. ദാനശീലനായ മഹാരാജാവ് എനിക്കും തനിക്കും ഒരു പശുവിനെ ദാനം ചെയ്യുമോ? എന്നാൽ അത് കൊള്ളാമല്ലോ എന്നായി ആദ്യത്തെ ബ്രാഹ്മണൻ. അതേ സംബന്ധിച്ച് അവർ തമ്മിൽ തർക്കം മൂത്തു. ഒടുവിൽ എൻ്റെ സന്നിധിയിൽ അവർ രണ്ടുപേരും വന്ന് വിവരം പറഞ്ഞു. സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ഞാൻ വളരെ മനസ്താപിച്ചു. നിന്നയും കോപവും സ്ഫുരിക്കുന്ന സ്വരത്തിൽ അവർ ഭർസിച്ചു, ഹേ രാജാവേ, അങ്ങാണോ ദാനശീലരിൽ പരമോന്നതൻ? അന്യന്റെ മുതൽ കവർന്നെടുത്ത് അത് ചിലവാക്കി സ്വന്തം ഗുണത്തിനു വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അതുകൊണ്ട് എന്തു വിശേഷം? അത്തരം അധർമ്മങ്ങൾ പാപികളല്ലാതെ മറ്റാരും ചെയ്യാറില്ല. അങ്ങ് രാജാവാണ്. പ്രജകളെ ദ്രോഹിച്ച് കോഴ വാങ്ങി അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അത് പുണ്യമാകുമോ? ന്യായമായ വിധം താൻ ആർജിക്കുന്ന ധനം കൊണ്ട് വേണം ആരും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ. അതിനെ ഫലമുള്ളൂ. ഒരു വിപ്രന് ദാനം ചെയ്ത പശുവിനെ മോഷ്ടിച്ചെടുത്ത് മറ്റൊരു വിപ്രന് ദാനം ചെയ്ത അങ്ങ് പാപിയല്ലേ? ദാനം ചെയ്യണമെങ്കിൽ സ്വന്തം ധനം ദാനം ചെയ്യണം.
അന്യ ധനമെടുത്ത് ദാനം ചെയ്ത് മിടുക്കനാകരുത്. അറിയാതെ വന്നുപോയ അപരാധം ക്ഷമിക്കണമെന്ന് ഞാൻ അവരോട് അപേക്ഷിച്ചു. പശുവിന് പകരമായി സ്വർണം കൊണ്ടുള്ള പശുവിന് നൽകാമെന്ന് അവരോട് പറഞ്ഞു. എനിക്ക് ധനത്തിന് ആഗ്രഹമില്ല. ഇനിമേൽ ദാനമോ പ്രതിഗ്രഹമോ ഞാൻ വാങ്ങുകയുമില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ വിപ്രൻ യാത്രയായി. മറ്റൊരുത്തിന് നൽകിയ പശു എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് രണ്ടാമത്തെ അന്തണനും രാജധാനി വിട്ടു. അനവധി പുണ്യകർമ്മങ്ങൾ പിന്നീട് ഞാൻ ചെയ്തു എങ്കിലും എൻ്റെ പാപത്തിന് അതൊരു പരിഹാരമായില്ല. ഒടുവിൽ യമധർമ്മന്റെ ഒരു വിധിയുണ്ടായി. അനവധി കാലം ഓന്തായി ഒരു കിണറ്റിൽ കിടന്ന് അവസാനം വിഷ്ണു ഭഗവാന്റെ കരസ്പർശത്താൽ പാപമോചനം സിദ്ധിച്ച് സർവോത്കൃഷ്ടമായ സായുജ്യ പദം നേടുക എന്ന്. ധർമ്മരാജാവെ, മനസ്സറിയാതെ ഒരു ചെറിയ അപരാധം ചെയ്ത എനിക്ക് എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള എൻ്റെ സർവ പുണ്യങ്ങളെയും അവഗണിച്ച് ഇത്ര കൊടിയ ശിക്ഷ നൽകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കൃതാന്തൻ അരുളി ചെയ്തു, അങ്ങൊരു രാജാവാണ്. നിർധനന്മാരും നിരാധാരന്മാരും അവശന്മാരും ദരിദ്രന്മാരും അങ്ങയുടെ രാജ്യത്തിലുണ്ടായിരുന്നു. അവരെക്കുറിച്ച് പരിഗണിക്കാതെ അവർക്കൊരു ദാനവും സഹായവും നൽകാതെ ബ്രാഹ്മണരെ മാത്രം ദാനധർമാദികൾ നൽകി പ്രീതിപ്പെടുത്താൻ തുനിഞ്ഞതാണ് ഈ ശിക്ഷയ്ക്ക് കാരണം. രാജാവ് പ്രജകളെ എല്ലാവരെയും തുല്യമായ നിലയിൽ വീക്ഷിക്കണം. അന്തകന്റെ വിധി അനുസരിച്ച് ഓന്തായി ഈ കൂപത്തിൽ വളരെ കാലമായി ഞാൻ കിടക്കുന്നു. എൻ്റെ വംശത്തിൽ വിഷ്ണു ഭഗവാൻ രഘുരാമനായി അയോധ്യയിൽ അവതരിച്ചു. അക്കാലത്തും ഞാൻ ഈ കൂപത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ നാരദ മഹർഷി എന്നെ വന്നറിയിച്ചു, ദ്വാപരയുഗത്തിൽ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായി പൂർണ്ണാവതാരം സ്വീകരിക്കും. അദ്ദേഹം അങ്ങേക്ക് മോക്ഷം നൽകും. അന്നു മുതൽ ഭഗവാന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ കിടക്കുകയാണ്. കൃഷ്ണ, ഭഗവാനെ കൃഷ്ണ, അങ്ങ് വിഷ്ണുവായ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണ, എന്നെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നൃഗൻ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു. അദ്ദേഹം ഈ രാജേന്ദ്ര പുങ്കുവിന് നിത്യ സായുജ്യം നൽകി അനുഗ്രഹിച്ചു. രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമപക്ഷത്തു നിന്ന് സമരം ചെയ്ത ഒരു വീരവാനര ശ്രേഷ്ഠനായിരുന്നു വിവിധൻ. അവൻ അശ്വിനി ദേവകളുടെ പുത്രനും സുഗ്രീവന്റെ ഒരു ആപ്ത ഭൃത്യനുമായിരുന്നു. രാമചന്ദ്രന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭഗവത് ഭക്തന്മാരായ സർവ മർക്കട പ്രവരന്മാരും ഭൂലോകവാസം വെടിഞ്ഞു. ഹനുമാൻ, ജാംബവാൻ, വിവിധൻ തുടങ്ങിയ അപൂർവം ചിലർ മാത്രമാണ് ശേഷിച്ചത്. ത്രേതായുഗത്തിൽ രാമരാവണ യുദ്ധം കഴിഞ്ഞ് ദ്വാപരയുഗത്തിന്റെ അന്ത്യകാലമായിട്ടും വിവിധന്റെ ജീവിതം അവസാനിച്ചില്ല. ആ കാലഘട്ടത്തിലാണ് ശ്രീകൃഷ്ണനും ജാംബവാനും തമ്മിൽ യുദ്ധമുണ്ടായത്. കൃഷ്ണൻ ശ്രീരാമഭദ്രന് ശേഷമുള്ള വിഷ്ണുവിന്റെ അവതാരമാണെന്ന് അവൻ ജാംബവാനിൽ നിന്നും ഗ്രഹിച്ചു. ജാംബവാനെ പോലെ ഭഗവാനുമായി സമരം ചെയ്ത് തനിക്കും ഭഗവത് പ്രീതി സമ്പാദിക്കണമെന്ന് ആ കവിപ്രവരൻ തീരുമാനിച്ചു. നരകാസുരൻ കൃഷ്ണന്റെ പരമശത്രുവായി വർത്തിക്കുന്ന അമിത ബലാഢ്യനായ ഒരു രാജാവാണെന്നും അവനുമായി അടരാടുവാൻ എപ്പോഴെങ്കിലും അദ്ദേഹം വരാനിടയുണ്ടെന്നും വിവിധൻ ധരിച്ചു. അത് മനസ്സിൽ കരുതിക്കൊണ്ടവൻ ജ്യോതിഷ്മതിയിൽ വന്ന് നരകാസുരന്റെ ഒരു വാനര മന്ത്രിയായി സേവിക്കാനും തുടങ്ങി. അവൻ പ്രതീക്ഷിച്ചതുപോലെ നരകനും കൃഷ്ണനും തമ്മിൽ സമരം നടക്കുകയും ആ സമരത്തിൽ നരകനും മുരനും വധിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ വിവിധൻ ഭയപ്പെട്ട് അവിടെ നിന്നും നിഷ്ക്രമിച്ച് കൃഷ്ണന്റെ ബാല്യ ലീലകൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന വൃന്ദാവനത്തിൽ വന്ന് താമസമുറപ്പിച്ചു. അവിടെ കാളിന്തി തീരത്തുള്ള ഒരു വിപിനത്തിൽ വിഹരിച്ചുകൊണ്ട് അവൻ പല അക്രമ പ്രവൃത്തികളും കാണിക്കാൻ തുടങ്ങി. അത് കേട്ട് ഭഗവാൻ തന്നോട് എതിർക്കാൻ വരുമെന്നും അപ്പോൾ തനിക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുമായിരുന്നു അവന്റെ മർക്കട ബുദ്ധിയിൽ തോന്നിയത്. മുനികളുടെ തപസ് മുടക്കുക, സജ്ജനങ്ങളെ പീഡിപ്പിക്കുക, ഭവനങ്ങളെ തീവെച്ച് നശിപ്പിക്കുക, സ്ത്രീജനങ്ങളെ അപമാനിക്കുക, കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ഗുഹകളിലിട്ട് അടയ്ക്കുക ഇത്യാദി കശ്മല പ്രവൃത്തികളാണ് ആ കപികുഞ്ചരൻ ചെയ്തുകൊണ്ടിരുന്നത്. 10,000 ആനയുടെ ബലമുള്ള അവനോട് ആർക്കും നേരിട്ടു നിന്ന് എതിർക്കാൻ കെൽപ്പുണ്ടായിരുന്നില്ല. ശിഷ്ടപരിപാലനം ചെയ്യുന്ന ഭഗവാൻ ശ്രീവല്ലഭൻ അവന്റെ ദുഷ്ടപ്രവൃത്തികളെ ജ്ഞാനദൃഷ്ട്യാ അറിഞ്ഞു. കഴിഞ്ഞ യുഗത്തിൽ അവൻ തൻ്റെ ഒരു ഭക്തനായിരുന്നു. ഈ യുഗത്തിൽ അവൻ ദുഷ്ടത കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നതിനാൽ അവനെ വധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. താൻ തന്നെ തൻ്റെ ഭക്തനെ വധിക്കുന്നതും ധർമ്മമല്ല.
ഇങ്ങനെ ഉദ്ദേശിച്ച് ഭഗവാൻ ഗോകുലം സന്ദർശിക്കാനുള്ള ഒരാഗ്രഹം ബലരാമനിൽ ജനിപ്പിച്ചു. ഒരു ദിവസം സംഘർഷൻ പങ്കജാക്ഷനോട് പറഞ്ഞു, കൃഷ്ണ, ഗോകുലം വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നാളായല്ലോ നന്ദഗോപാദി പിതൃജനങ്ങളെയും യശോദ തുടങ്ങിയ മാതൃജനങ്ങളെയും തോഴന്മാരായ ഗോപന്മാരെയും സ്നേഹമേറിയ ഗോപികളെയും നാം കണ്ടിട്ട്. കംസവധത്തിനായി മധുരയിലേക്ക് പോന്നതിന് ശേഷം നാം അങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനുശേഷം എത്ര വർഷങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഭാര്യമാരും മക്കളുമൊക്കെയായി. ജ്യേഷ്ഠന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പോയി എല്ലാവരെയും കണ്ടിട്ട് വരൂ. ഞാൻ അവരുടെ ക്ഷേമാദികൾ പ്രത്യേകം അന്വേഷിച്ചതായും പറയണം. ഉടനെ വന്നു കാണുമെന്നും അവരെ സമാധാനിപ്പിക്കണം. അതനുസരിച്ച് ബലരാമൻ എല്ലാവരോടും യാത്രയും ചൊല്ലി വൃന്ദാവന ഗോകുലത്തിലേക്ക് തിരിച്ചു. രൗഹിണയെ കണ്ട് അത്യാനന്ദ പുളകിതരായി നന്ദഗോപുരം യശോദയും ഓടി അടുത്തു വന്നു. അദ്ദേഹത്തെ ഗാഠഗാഠം പുണർന്നു, വാത്സല്യപൂർവ്വം ചുംബിച്ചു. രാമനും അവരുടെ പാദങ്ങളിൽ വീണ് വന്ദിച്ചു. മകനെ, ഞങ്ങളുടെ കൃഷ്ണന് അവിടെ സുഖമാണോ? വലിയ വലിയ അത്ഭുതങ്ങളെല്ലാം അവൻ കാണിച്ചതായി കേട്ടു. പത്നിമാരും മക്കളും എല്ലാം ഉണ്ടായി. എന്നിട്ടും അവൻ്റെ പഴയ അമ്മയെയും അച്ഛനെയും ഒന്ന് കാണാനായി ഇങ്ങോട്ട് വരാൻ അവന് തോന്നിയില്ലല്ലോ എന്ന് യശോദ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ സീരി സമാധാനപ്പെടുത്തി, അമ്മേ, അവന് വളരെ ജോലി അവിടെയുണ്ട്. അവനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. അടുത്തു തന്നെ അവനും നിങ്ങളെയെല്ലാം വന്ന് കാണും. വസുദേവർ ദ്വാരകയിലേക്ക് പോയതിനു ശേഷം പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും ഒക്കെ സൗഖ്യമല്ലേ? രോഹിണി നന്നായിരിക്കുന്നോ? നന്ദഗോപർ ഇടയ്ക്ക് കയറി കുശലം ചോദിച്ചു. രാമൻ, എല്ലാവരും നന്നായിരിക്കുന്നു. അച്ഛനെയും അമ്മയെയും നിങ്ങളെല്ലാവരെയും ഞാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോകാമല്ലോ. രാമൻ യശോദ നന്ദഗോപന്മാരെ അമ്മയെന്നും അച്ഛനെന്നുമാണ് പണ്ട് വിളിച്ചു വന്നിരുന്നത്. അപ്പോൾ നന്ദഗോപൻ പറഞ്ഞു, വേണ്ട മകനെ, അതിനുള്ള സമയം വരട്ടെ, അപ്പോൾ ഞങ്ങൾ വരാം. ഇപ്രകാരം പല സന്തോഷ വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോപികളും ഗോപന്മാരും വന്ന് രാമനെ കണ്ട് തങ്ങളുടെ സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ചു. പിന്നീട് അവർ അന്യോന്യം പഴയ കഥകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചു. എല്ലാവരും കൃഷ്ണനെ കുറിച്ച് ചോദിച്ചു. ബാക്കി നമുക്ക് നാളെ പറയാം.